മന്ത്രി റിയാസിനെതിരെ ഗുരുതര ആരോപണവുമായി പി.വി. അൻവർ. ടൂറിസം മന്ത്രിയും ജ്യോതി മൽഹോത്രയും തമ്മിൽ നിരന്തരം ഫോൺ സംഭാഷണം നടത്തി. പാകിസ്ഥാന് രഹസ്യവിവരങ്ങൾ കൈമാറിയ കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര ടൂറിസം മന്ത്രിയുമായി നിരന്തരം ഫോൺ സംഭാഷണം നടത്തിയെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പി.വി. അൻവർ. ഇത്രയും ഫോൺ വിളി എന്തിനായിരുന്നുവെന്ന് ചോദിച്ച അൻവർ, വ്ളോഗർ ജ്യോതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സഹായം കിട്ടിയോ എന്ന് അന്വേഷിക്കണമെന്നും പറഞ്ഞു. തിരുവനന്തപുരത്ത് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് അൻവർ ആരോപണം ഉന്നയിച്ചത്. ജ്യോതി മൽഹോത്ര വിഷയം എന്തുകൊണ്ട് ടൂറിസം വകുപ്പ് മറച്ചുവെച്ചതെന്നും ടൂറിസം മന്ത്രിയുമായി ജ്യോതി മൽഹോത്ര നിരന്തരം ഫോൺ സംഭാഷണം നടത്തിയത് എന്തിനാണെന്നും ചാരക്കേസിൽ ജ്യോതി അറസ്റ്റിലായപ്പോൾ വിവരം ടൂറിസം വകുപ്പ് പുറത്തു പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചാരവൃത്തിക്ക് പിടിയിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ച സംഭവത്തിൽ മന്ത്രി റിയാസ് മറുപടി പറയണമെന്നും ബി.ജെ.പിയും ആവശ്യപ്പെട്ടിരുന്നു. ബി.ജെ.പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കറാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കണമെന്നും ഇതുപോലെ ആരൊക്കെ വേറെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് റിയാസ് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ചാരവൃത്തി ആരോപിച്ച് ജ്യോതി അറസ്റ്റിലാകുന്നത്. പലതവണയായി ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചതിനും പാക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതിനും തെളിവ് ലഭിച്ചിരുന്നു. അപ്പോഴാണ് ജ്യോതി കേരളത്തിലെത്തിയത് വിവാദമായത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഈ വർഷം മെയ് വരെ ടൂറിസം വകുപ്പ് സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന വ്ളോഗർമാരുടെ പട്ടിക വിവരാവകാശ രേഖ വഴി പുറത്തു വന്നതോടെയാണ് സർക്കാർ ക്ഷണം സ്വീകരിച്ചാണ് ജ്യോതി എത്തിയതെന്ന് വ്യക്തമായത്. 16 മാസത്തിനിടെ കേരളത്തിലെത്തിയ 41 വ്ളോഗർമാരുടെ പട്ടികയിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന കുറ്റത്തിന് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെയും പേരുണ്ടായിരുന്നു. ഇവർ കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി വ്ളോഗും തയ്യാറാക്കിയിരുന്നു. ഈ യാത്രകളിൽ താമസം, ഭക്ഷണം, യാത്ര എന്നിവയുടെ ചിലവുകൾക്ക് പുറമെ വേതനവും ടൂറിസം വകുപ്പ് നൽകിയിരുന്നു. നിപ്പയും വയനാട് ഉരുൾപൊട്ടലിനു ശേഷം കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് വ്ളോഗർമാരെ എത്തിച്ചതെന്നായിരുന്നു മന്ത്രി റിയാസിന്റെ പ്രതികരണം. രാജ്യദ്രോഹ കേസ് എടുക്കുന്നതിന് മുമ്പാണ് ജ്യോതി കേരളയാത്ര നടത്തിയെന്നും വിവാദങ്ങളെ ഭയക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ റിയാസിനെതിരെ വീണ് കിട്ടിയ ആരോപണം ആയുധമാക്കാനാണ് ബി.ജെ.പിയുടെയും അൻവറിന്റെയും നീക്കം.